ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഡേറ്റ് എന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഡേറ്റ് എന്ന ഫംഗ്ഷൻ ചേർത്ത് കൊടുക്കാം, അതെങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ഡേറ്റ് എന്ന ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് ഇയർ, മന്ത്, ഡേ എന്നിവയെല്ലാം ലഭിക്കാൻ വേണ്ടിയാണ്. വെബ് പേജിൽ ടൈമർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ ഡേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഡേറ്റ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമുക്ക് ഡേ, മന്ത്, ഇയർ, അവർ, മിനിറ്റ്, സെക്കൻഡ് എന്നിവ എഴുതാനും കൊടുക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ 4 വിധത്തിലുള്ള ഡാറ്റ കൺസ്ട്രക്ടറാണ് പ്രധാനമായിട്ടും ഡേറ്റ് ഉപയോഗിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് ഡേറ്റ് എന്ന കൺസ്ട്രക്ടർ, രണ്ടാമത്തേത് ഡേറ്റ്, അതായത് നമുക്ക് ഡേറ്റ് എന്നുള്ളത് നമുക്ക് മില്ലി സെക്കൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഡേറ്റ് മില്ലി സെക്കൻഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. മില്ലി സെക്കൻഡ്. അതേ രൂപത്തിൽ തന്നെ 3 ഡേറ്റ് ഡാറ്റ സ്ട്രിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡേറ്റ് കാണാൻ കഴിയും. ഡാറ്റ സ്ട്രിങ്. അതേ രൂപത്തിൽ തന്നെ അടുത്തത് 4 നമുക്ക് പല വിധത്തിലായിട്ട് ഡേറ്റ് കാണാൻ കഴിയും. ഈ ഡേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ടറായിട്ട് ഇയർ കാണാം. അതേ രൂപത്തിൽ തന്നെ മന്ത് കാണാം. അതേ രൂപത്തിൽ തന്നെ ഡേ കാണാം. അതേ രൂപത്തിൽ തന്നെ അവർ കാണാം, അതായത് മണിക്കൂർ നമുക്ക് കാണാം. അതേപോലെ തന്നെ മിനിറ്റ് കാണാം. മിനിറ്റ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മിനിറ്റ്സ് കാണാം. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് മില്ലി സെക്കൻഡ് കാണാം. ഓക്കെ, ഇത്രയും കൺസ്ട്രക്ടറാണ് നമുക്ക് പ്രധാനമായിട്ടും ഡേറ്റ് ഉപയോഗിച്ചിട്ട് വരുന്നത്. ഓക്കെ, ഡേറ്റ് എന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ് എന്നൊരു ഫംഗ്ഷന് ജാവാസ്ക്രിപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡേറ്റ്. അപ്പോൾ ഡേറ്റ് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്തു നോക്കാം. അപ്പോൾ പ്രോഗ്രാമുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. കറണ്ട്, ഡേറ്റ് ആൻഡ് ടൈം എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നൊരു കോളൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് സ്പാം ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പാം എന്താന്നൊക്കെ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്പാം. അതിനുശേഷം ഇതിന് നമ്മളൊരു ID നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ID ചേർത്ത് കൊടുത്തു ഈക്വൽ ടു, എന്നിട്ട് ഈ ID നമുക്ക് എന്താണോ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ സ്പാം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് തുടങ്ങുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജാവാസ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. അതിൻ്റെ മുകളിലുള്ളത് ജസ്റ്റ് HTML ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മൾ ടുഡേ എന്ന് ചേർത്ത് കൊടുത്തു. വേരിയബിൾ നെയിമായിട്ട് നമ്മൾ ടുഡേ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഈ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. എലമെന്റ് ബൈ ID എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്ത ഈ ID ആണ് ഇവിടെ എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ കൊടുത്ത ID, ഈ സ്പാമിന്റെ ID എന്താണോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഡോട്ട് ഇന്നർ
ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുക്കുക, ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് ഇവിടെ എന്താണോ നമ്മൾ കൊടുത്ത വേരിയബിളിൻ്റെ പേര് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളവിടെ കൊടുത്ത വേരിയബിളിൻ്റെ പേര് ടുഡേ എന്നാണ്, അത് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താണോ ഇന്നത്തെ ഡേറ്റും ടൈമും അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം, ഇന്നത്തെ ഡേറ്റും അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമും അതേപോലെ തന്നെ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്, അതേപോലെ തന്നെ ഏത് സ്ഥലത്ത് ഏത് സമയമാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റിലൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡേറ്റ് വെച്ചിട്ടൊരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഡേറ്റ് മാത്രമായിട്ടൊരു, ഇതിലാവുമ്പോൾ എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട്, സമയം, ഡേറ്റ്, ഇയർ, മന്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡേറ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന് ഇത് മുഴുവനൊന്ന് കളഞ്ഞു. ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മൾ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ, എന്നിട്ട് ഡേറ്റ് എന്നിട്ട് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. വേരിയബിൾ ഇട്ടതിന് ശേഷം ഇതിന് നമ്മൾ ഡേ എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ മുകളിൽ കൊടുത്ത ഈ ഡേറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഗെറ്റ് ഡേറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റ് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡേ എന്ന വേരിയബിളിലേക്ക് കാണണം. ഇതേ രൂപത്തിൽ തന്നെ വാർ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് മന്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു, എന്നിട്ട് നമ്മളിവിടെ വന്ന് മുകളിൽ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ ഡേറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് മന്ത് എന്ന് ചേർത്ത് കൊടുത്തു. നമുക്കിവിടെ മന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗെറ്റ് മന്ത് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മന്ത് എന്ന വാല്യൂ, നമുക്ക് ഈ മാസത്തെ മന്ത് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യും, ഈ മന്ത് എന്നതിലേക്കായിട്ട് കിട്ടും. ഇവിടെ നമ്മളൊരു വേറൊരു +1 എന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അടുത്തത് നമ്മൾ ഇയർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു ഡേറ്റ്, നമ്മളിവിടെ കൊടുത്ത ഈ ഡേറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഗെറ്റ് ഇയർ എന്ന്, ഫുൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക, ഡേറ്റ് ടുഡേ എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് കോളൻ ഇട്ടു, പ്ലസ് ഇട്ടു. ആദ്യം തന്നെ നമുക്ക് ഡേ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡേ എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് പ്ലസ് ഇട്ടു, ഡബിൾ കൊട്ടേഷൻ ഇട്ടു, ഒരു സ്ലാഷ് ഇട്ടു. അതിനുശേഷം വീണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് മന്താണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. പ്ലസ് ഇട്ടു, ഡബിൾ കൊട്ടേഷൻ ഇട്ടു, സ്ലാഷ് ഇട്ടു. ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇയർ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇന്നത്തെ ഡേറ്റ്, അതേപോലെ തന്നെ മന്ത്, അതേപോലെ തന്നെ ഇയർ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇവിടെ നമ്മൾ ഈ +1 നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് മന്ത് ഇപ്പോൾ 5 ആയിരിക്കും കിട്ടുക. കാരണം മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0, 1, 2, 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ മൊത്തം ഇയർ മന്ത് വരുന്നത് 11ആണ്. 0 കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് 11 വരുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഇന്നത്തെ മന്ത് തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ +1 എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ മന്ത് ഏതാണോ അത് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെ നമുക്ക് മന്ത് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നാണ് നോക്കിയത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എങ്ങനെ ടൈം പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത് നോക്കാം. ഇതേ രൂപത്തിൽ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു വേരിയബിൾ നമ്മൾ പുതിയ രൂപത്തിലായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. വേരിയബിളിന് നമ്മൾ ടൈം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്, ഈക്വൽ ടു ന്യൂ ഡേറ്റ്. ഇവിടെ മാറ്റമൊന്നുമില്ല, ഡേറ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് മിനിറ്റ്, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് അവേഴ്സ് എന്ന മെത്തേഡാണ്. അപ്പോൾ അവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വാർ ഇട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തു, ഈക്വൽ ടു നമ്മളിവിടെ മുകളിൽ കൊടുത്ത ടൈം
ഇട്ടതിന് ശേഷം ഗെറ്റ് അവേഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ എം ആണ് കൊടുക്കുന്നത്, ഈക്വൽ ടു ടൈം ഡോട്ട് ഗെറ്റ് മിനിറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി അതേ രൂപത്തിൽ തന്നെ വാർ സെക്കൻഡ് എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എസ് ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു ടൈം ഡോട്ട് ഗെറ്റ് സെക്കൻഡ് എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഗെറ്റ് സെക്കൻഡ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മില്ലി സെക്കൻഡ് കൂടി നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ വാർ ഡോട്ട് മില്ലി സെക്കൻഡ് ഈക്വൽ ടു ടൈം ഡോട്ട് ഗെറ്റ് മില്ലി സെക്കൻഡ് എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഗെറ്റ് മില്ലി സെക്കൻഡ്സ് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത രൂപത്തിൽ തന്നെ ഓരോന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നിട്ട് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ് ടൈം. ആദ്യം തന്നെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത് ഹവേഴ്സ് ആണ്, അതിനുശേഷം ഒരു കോളൻ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് മിനിറ്റ് ആണ്, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു കോളൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പ്രിന്റ് ചെയ്യുന്നത് സെക്കൻഡ് ആണ്, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു കോളൻ ഇട്ട് കൊടുത്തു. അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ വന്ന് പ്രിന്റ് ചെയ്യുന്നത് മില്ലി സെക്കൻഡ് ആണ്. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ഇപ്പോഴത്തെ ടൈം അതേ രൂപത്തിൽ തന്നെ ടൈം ഹവേഴ്സ് ഏതാണെന്നും അതേപോലെ മിനിറ്റ് ഏതാണെന്നും സെക്കൻഡ് ഏതാണെന്നും മില്ലി സെക്കൻഡ് ഏതാണെന്നും നമുക്ക് ഇവിടെ കാണിച്ചു തരും. മില്ലി സെക്കൻഡ് ഓരോ സമയം കൂടുന്നതിനനുസരിച്ച് ഇവിടെ വന്ന് മാറി വരും. ഓക്കെ, 1000 മില്ലി സെക്കൻഡ് ആണ് ഒരു സെക്കൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓരോ തവണ റീഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ടൈം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ടൈമിൽ വരുന്ന മറ്റു ഫംഗ്ഷനെ കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.